സ്വപ്നയെ ജയിലിലെത്തിക്കാൻ കാരണക്കാരി ചേച്ചിയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം ചേച്ചിയോട് ഞാൻ ക്ഷമിക്കുമെന്ന് കരുതരുത്. നീ എന്നോട് ക്ഷമിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. സ്വപ്നയ്ക്ക് ആ ശിക്ഷ അർഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാ. ഐശ്വര്യ മാഡം ഇന്നലെ എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. നീയാണ് സഞ്ജുവിനെ വീട്ടിൽ കയറി തല്ലിയതെന്ന് അവരുറപ്പിച്ചു പറഞ്ഞു. ഗോപാലിനോട് നീ അത് സമ്മതിച്ചോ? അയാളത് മാഡത്തിനെ അറിയിച്ചു. അതിനിപ്പോ എന്താ? ഇത്തവണ നീ ചെയ്ത തെറ്റിന് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്. നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വീഴ്ച സംഭവിക്കാൻ പോലീസ് കാത്തിരിക്കുക. ഐശ്വര്യ മേഡം എന്തായാലും നിന്നെ കയ്യോടെ പിടിക്കും. പിന്നെ പീതാംബരന്റെ കേസിൽ നീ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലും ജയിൽ ചാടിയ കേസിൽ നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. നീ ഇതെല്ലാം ചെയ്യുന്നത് നിന്റെ നിരപരാധിത്വം തെളിയിക്കാനല്ലേ? അത് ഞാൻ ചെയ്തോളാം. എന്നെ സഹായിക്കാൻ പറ്റുന്നൊരു ജോലി ഉണ്ടായിട്ട് അത് രാജിവെച്ച് ഗിരിയേട്ടന് വീട്ടുജോലി ചെയ്യുന്ന ചേച്ചി തന്നെ ഇത് പറയണം. ചേച്ചി വിശ്വസിച്ചിരുന്നാലേ ഞാൻ ജയിലിൽ കിടന്ന് മൂത്ത് നരച്ചു പോവത്തേ ഉള്ളൂ. മഹിമേ, ഇങ്ങനെയാണോ മോളെ ചേച്ചിയോട് സംസാരിക്കുക? ഇതാണ് അക്ഷരാന്റി. അക്കമ്മ. എനിക്കറിയാം. ഇവിടെ ഇവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത് നിങ്ങളാണെന്ന് എനിക്കറിയാം. ഇവളെ സംരക്ഷിക്കുന്നതിന് എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇവളെ തെറ്റായ വഴിയിലേക്ക് നയിക്കരുത്. ഇവള് നിങ്ങളെപ്പോലെ ഒരു ക്രിമിനൽ അല്ല. ചേച്ചി, നീ മിണ്ടരുത്. ഇത് ഞങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഞാനും മഹിമയും തമ്മിൽ 100 കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ അതിനിടയിൽ മൂന്നാമതൊരാൾ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളെപ്പറ്റി ഞാൻ നന്നായിട്ട് അന്വേഷിച്ചു. പാവങ്ങളെ സഹായിച്ച ഒരാളായിരുന്നെങ്കിലും ആയ കാലത്ത് നിങ്ങളും ആവശ്യത്തിന് തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി മനുഷ്യത്വമുള്ള ഒരു ഗോപാലൻ, അത്രേ ഉള്ളൂ. ആ മനുഷ്യത്വത്തിന് ഒരു വിലയില്ലേ മഞ്ജു? നമ്മളെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ഗുണമല്ലേ? നിങ്ങളൊരു മോശം സ്ത്രീയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മഹിമയുടെ മീതെ നിങ്ങളൊരു നല്ല സ്വാധീനം അല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മഹിമയുടെ നല്ലതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ അവൾക്ക് ചെയ്യുന്നത് ദോഷം മാത്രമാണ്. മഹിമയെ കള്ളക്കേസിൽ ജയിലിലെത്തിച്ച മഞ്ജു തന്നെ ഇത് പറയണം. ഞാനൊരു ക്രിമിനൽ ആയിരിക്കും, പക്ഷേ അർഹിക്കുന്നവരൊരു സഹായം ചോദിച്ചാ ഞാനത് ചെയ്തിരിക്കും. മഞ്ജു പറഞ്ഞ ആ മനുഷ്യത്വമുള്ളതിന്റെ ഒരു കുഴപ്പം അത്. എന്ത് ചെയ്യാൻ പറ്റും? പരിചയപ്പെടാൻ കഴിഞ്ഞതില് ഒരുപാട് സന്തോഷം. മോളെ, അവര് വേണ്ട. അക്ഷരാന്റി എങ്ങനെയുള്ള ആളാണെങ്കിലും എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ചേച്ചിക്ക് എന്നെ ഉപദേശിക്കാനുള്ള അവകാശം ഇല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ഇനി ആയാലും ചെയ്യും. സ്വന്തം ഡ്യൂട്ടി ചെയ്യാതെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്ന ചേച്ചി ഇനി എന്റെ മുന്നിൽ പ്രസംഗിക്കാൻ വരരുത്. മഹിമ,
ഡാഡി ഡാഡി എന്ത് കാര്യത്തിനാ ഗിരിയെ കാണുമെന്ന് ഡാഡി പറഞ്ഞത്? അവനോട് ഇത്രയൊക്കെ ശത്രുത കാണിച്ചിട്ടും വീണ്ടും ചെന്നൊട്ടാൻ നാണമില്ലേ? ഇല്ല, ഒരു നാണവുമില്ല. അവൻ നമ്മുടെ അടുത്തുനിന്ന് മാറിയതറിഞ്ഞപ്പോഴേക്കും ശത്രുക്കളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടില്ലേ? നമുക്കിപ്പോ പിടിച്ചു നിൽക്കണമെങ്കിൽ ഗിരി നമ്മുടെ കൂടെ നിന്നേ പറ്റൂ. ഡാഡി ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ